ലോഡ്ജുകളിലാണ്. ഇതെന്തുകൊണ്ട് പാരന്റ്സിന് അറിയാൻ പറ്റിയില്ല? അത്രമാത്രം ശ്രദ്ധയില്ലാത്ത തരത്തിലേക്ക് പാരന്റ്സുകൾ മാറുന്നുണ്ട് എന്നുള്ളതാണ്. നിരന്തരമായ ഇടപെടലുകൾ നിങ്ങൾ നടത്തണം. എവിടെയാണോ നിങ്ങൾ അമിത വിശ്വാസം നടത്തി ആ വിശ്വാസത്തെ അവർ ചൂഷണം ചെയ്യും. നിങ്ങൾ പറയുന്നുണ്ടാവും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളെ മുൻപിൽ എല്ലാം സത്യസന്ധപരമായിട്ടാണ് മക്കൾ വന്ന് പറയുന്നത്. നിരന്തരമായിട്ട് ഒരുപാട് ഉമ്മമാരുടെ കരച്ചിലുകൾ കാണേണ്ടി വന്നതാണ് എന്നുള്ള കാര്യം ഞാൻ പറയാണ്. വിശ്വാസത്തോടു കൂടി നമ്മുടെ മക്കൾ ഒത്തിരി തെറ്റും ചെയ്യുന്നില്ല എന്ന വിശ്വാസത്തോടു കൂടി നടന്നിരുന്ന സമയത്ത് പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ പ്രയാസത്തിലേക്കും പ്രശ്നത്തിലേക്കും പോകുന്നതാണ്. ഇപ്പൊ നമ്മുടെ കോളേജില് പുതിയ എൻട്രൻസ് ബാച്ച് വന്ന സമയത്ത് അധിക സമയം എടുക്കുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അവസാനിപ്പിക്കും. എൻട്രൻസ് ബാച്ച് വന്ന സമയത്ത് പെൺകുട്ടികൾക്ക് സെപ്പറേറ്റ് ഒരു ബാച്ചും ആൺകുട്ടികൾക്ക് വേറൊരു സെപ്പറേറ്റ് ബാച്ചും ആക്കി. 300 പേരായിരുന്നു. അപ്പൊ ഈ 300 പേര് മിക്സ്ഡ് ആയിട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ ഗേൾസ് അത്യാവശ്യം ഉണ്ടെന്ന് കണ്ടപ്പോ പെൺകുട്ടികൾക്ക് വേറൊരു ബാച്ച്, ആൺകുട്ടികൾക്ക് വേറൊരു ബാച്ച്. അപ്പൊ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഇവരോട് പറയാണ്, ഇവർക്ക് അറിയില്ല എങ്ങനെയാണ് ബാച്ചുകൾ ഡിഫറെന്റ് ആണെന്നുള്ളത്. അപ്പൊ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഗേൾസിന് വേറെ ബാച്ചും ബോയ്സിന് വേറെ ബാച്ചും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? അതിലൊരു പെൺകുട്ടിയാണ് പറഞ്ഞത്, സാർ അത് ഭയങ്കര ബോറടി ആയിക്കാരം, ആൺകുട്ടികളിലേക്ക് എന്ത് രസം. ആലോചിച്ചോക്കെ, നമ്മുടെ പെൺകുട്ടികൾ ഇത്രമാത്രം മോശത്തരത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രണയം എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. കാരണം എന്താണെന്നറിയോ? കാരണം കല്യാണപ്രായം ആവുന്ന സമയത്ത് കല്യാണം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പം ഇപ്പൊ തന്നെ എന്ത് പറഞ്ഞു തുടങ്ങി, മക്കളെ കുറച്ചൊക്കെ പ്രണയിച്ചു കഴിഞ്ഞാല് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നല്ല ആൾക്കാരെയാണ് പ്രണയിച്ചാൽ മതി കേട്ടോ. വാക്ക് മാറി തുടങ്ങി. നമുക്കൊക്കെ ചിരിക്കുന്നതിന്റെ അർത്ഥങ്ങളൊക്കെ കേൾക്കുന്ന കാര്യകാരം. പ്രണയിച്ചാൽ കുഴപ്പമില്ല, നിങ്ങൾ നല്ല നമ്മുടെ കുടുംബത്തിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ആൾക്കാരെ പ്രണയിച്ചാൽ മതി. പക്ഷെ ഈ പ്രണയ കാലഘട്ടത്തില് ഈ പ്രണയം സക്സസ്ഫുൾ ആയിട്ട് നടക്കുമോ എന്ന് ഉറപ്പില്ലെങ്കിൽ പോലും അവർക്കിടയിൽ പല പ്രയാസങ്ങളിലേക്കും സംഭവിച്ചു പോയിട്ട് പിന്നീട് ഇവർ മറ്റു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതും ഇല്ല ഇതും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും. ഇസ്ലാമികപരമായിട്ട് ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് മുഖമക്കനായിട്ട് മറച്ച് നടക്കുന്ന വിദ്യാർത്ഥികളിലടക്കം, നിങ്ങൾ ആലോചിച്ചോക്കെ, ബുർക്കട്ട് നടക്കുന്ന വിദ്യാർത്ഥികളിലടക്കം പല തരത്തിലുള്ള എത്രയും മോശമാവാൻ പറ്റുമോ അത്രയും മോശമാവുന്ന തരത്തിൽ നമ്മുടെ സംസ്കാരത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു പോകുന്ന പെൺകുട്ടികളിൽ നിന്നാണ്. ഈ അധപ്പതനത്തിലേക്ക് പോകാനുള്ള ഒരു കാരണം നമ്മുടെ മാതാപിതാക്കൾക്കിടയിൽ ശ്രദ്ധ കുറഞ്ഞു എന്നൊരു കാര്യമാണ്. 100% ശ്രദ്ധ കുറഞ്ഞു എന്നുള്ളൊരു കാര്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. നിങ്ങൾ ഒരുപാട് ലേൺ ചെയ്യണം. നമ്മുടെ മക്കളിലൊക്കെ മൊബൈൽ യൂസ് ചെയ്യുന്ന കാലഘട്ടമാണ്. ഈ മൊബൈൽ ഒരിക്കലും നിങ്ങൾക്ക് നിർത്തലാക്കാൻ കഴിയില്ല. ഈ മൊബൈൽ അവരെ കൊണ്ട് മാറ്റി വെപ്പിക്കാനും കഴിയില്ല. കാരണം ഇന്നത്തെ കാലഘട്ടം മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഈ മൊബൈൽ ഉപയോഗത്തിൽ ഇവരെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഈ മൊബൈലിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇതിന്റെ സെർച്ച് ഹിസ്റ്ററി എവിടെ പോയിട്ടാണ് ചെക്ക് ചെയ്യുക, ഇതിലെ വീഡിയോ കോളിന്റെ ആപ്പുകൾ ഉണ്ടോ, ഇവർ ഉപയോഗിക്കുന്ന ഗെയിമുകൾ പൈസ കൊണ്ട് ഉപയോഗിക്കുന്ന ഗെയിമുകളാണോ, ഇവർ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എന്തെല്ലാം മോശം കാര്യങ്ങളിൽ, എന്തെല്ലാം പ്രയാസങ്ങളിൽ, എന്തെല്ലാം പ്രശ്നത്തിൽ പോയി പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ മൊബൈലിന്റെ ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കണം. നമ്മളെന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കും. അതുകൊണ്ട് തന്നെ നമ്മളെമാർക്ക് ഇതിനെ കുറിച്ചൊന്നും ഐഡിയ ഇല്ല എന്നുള്ളതുകൊണ്ട് വളരെ സുന്ദരമായിട്ട് എന്ത് ചെയ്യും, മക്കൾ നമ്മളെ കുറിച്ച് കബളിപ്പിക്കപ്പെടും. പക്ഷേ ഇന്ന് വയനാടിലെ പ്രയാസം നടന്ന സമയത്ത് എന്താ പറഞ്ഞത്? ആ മകൻ ഉമ്മയെ വെട്ടിക്കൊടുന്ന സമയത്ത് അവൻ പറഞ്ഞൊരു വലിയ വേർഡുണ്ട്, എന്റെ ജീവിതം ഇത്ര മോശമാകാൻ കാരണം എന്റെ ഉമ്മയാണ്, ഞാൻ ജീവിതത്തിൽ ഇത്രയും പ്രയാസപ്പെടാൻ കാരണം എന്റെ ഉമ്മയാണ്. സ്നേഹിച്ച് ലാളിച്ച് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് അവന്റെ പൊന്നുപോലെ നോക്കി അവന് വേണ്ടി ജീവിച്ച ഒരു മാതാവ്. എത്രയേറെ മനപ്രയാസങ്ങളും ശാരീരികമായ പ്രയാസങ്ങളും ഉണ്ടായപ്പോ അവൻ സങ്കടപ്പെടരുതെന്ന് വിചാരിച്ച് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വളർത്തിയ അവന്റെ മാതാവ്, ആ മാതാവിനെ കൊലപ്പെടുത്തിയിട്ട് അവൻ പറഞ്ഞത് എന്താ? അവൻ പ്രയാസപ്പെടുന്നതിന്റെ കാരണം ആ മാതാവാണെന്നാണ്. അവൻ പോയി പല ഫ്രണ്ട്സിന്റെ ഇടയിലും പല പ്രയാസങ്ങൾക്കിടയിലും പെട്ടുപോയിട്ടു. നിങ്ങൾ ആലോചിച്ച് കുറ്റം വന്നത് ആർക്കാം? അപ്പൊ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളെന്നുള്ള ലെവലിൽ എന്തും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഞാനൊക്കെ ഇന്നും വളരെ പ്രൗഢിയോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള വേദികൾ പങ്കിടുമ്പോ, ഇത്തരത്തിലുള്ള സദസ്സുകൾ പങ്കിടുമ്പോ ഞാൻ വിജയിച്ചതിന്റെയും ഞാൻ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിൽക്കാൻ പറ്റിയതിന്റെയും എല്ലാത്തിന്റെയും ക്രെഡിറ്റ് നിരന്തരമായിട്ട് എന്റെ ഉമ്മാക്ക് കൊടുക്കുന്നതിന്റെ കാരണം എല്ലാ മക്കളും ഇത്തരത്തിലാണ് ആഗ്രഹിക്കുന്നത്.
അന്ന് ആ വീഡിയോ വൈറലായപ്പോ അതിന് താഴെ വന്ന കമന്റുകളിൽ എല്ലാവരും പറയുന്ന കാര്യം എന്താ? എല്ലാവരും വിജയിച്ചതിന്റെ കാര്യം പറയും. ആ മക്കളൊക്കെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം, വിലക്കേണ്ട സമയത്ത് എന്റെ ഉമ്മ എന്നെ വിലക്കിയിട്ടുണ്ട്, നിർത്തേണ്ട സമയത്ത് എന്റെ ഉമ്മ എന്നെ നിർത്തിയിട്ടുണ്ട്, നോ പറയേണ്ട സമയത്ത് എന്റെ ഉമ്മ നോ പറഞ്ഞിട്ടുണ്ട്, സ്നേഹിക്കേണ്ട സമയത്ത് എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, എന്നെ കൂടെ നിർത്തേണ്ട സമയത്ത് കൂടെ നിന്നിട്ടുണ്ട്, കൂട്ടി നിന്നിട്ടുണ്ട്. ആ തരത്തിൽ ഒരു യഥാർത്ഥ നല്ല രീതിയിൽ ഒരു മാതാവാണ് നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ഇന്ന് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല, ഞാൻ വളരെ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ടെക്നോളജിയെ കുറിച്ചിട്ട്, മൊബൈൽ ഫോണിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. മക്കളെ കുറിച്ച് പൂർണ്ണമായും അതിയായ വിശ്വാസം അതിക്രമിച്ചു പോവാതെ കൃത്യമായ സമയങ്ങളിൽ സംശയിക്കപ്പെടുന്ന സമയത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വീട്ടിൽ വരുന്ന സ്വഭാവത്തിൽ, അവർ വീട്ടിൽ പെരുമാറുന്ന സമയത്ത് സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് സെഷൻസുകളും അതിന് വേണ്ട കാര്യങ്ങൾ അവർക്ക് വേണ്ടി കൂടെ നിന്ന് അവരോടൊപ്പം ഞാൻ ഉണ്ട് എന്ന തരത്തിൽ നിൽക്കാൻ ശ്രമിക്കുക. അതിപ്രധാനമായിട്ട് അതിനപ്പുറത്തേക്ക് അവരുടെ സുഹൃത്ത് ബന്ധങ്ങൾ, അവരുടെ സുഹൃത്ത് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അവരും. അവരുടെ സുഹൃത്തുക്കൾ മോശമാണോ അവരും എന്തായിരിക്കും അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ പറയുന്ന പോലെ സുഹൃത്തുക്കൾ എന്തായാലും ഞാൻ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്നത് വളരെ നിസ്സാരമായിട്ട് നമ്മൾ വൽക്കരിക്കപ്പെടുകയും പിന്നീട് അത് നമുക്ക് ചെയ്യാൻ മടിയില്ലാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു മാതാവ് എന്ന നിലയിൽ നാളെ നിങ്ങൾക്ക് വളരെ പ്രൗഢിയോട് കൂടിയിട്ട് എന്റെ മകനെ കുറിച്ച് ഓർക്കുമ്പോൾ, എന്റെ മകളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്നും എനിക്ക് സന്തോഷകരമാണ്. എന്റെ കുടുംബത്തിനായാലും നാടിനായാലും ആർക്കും ഉപകാരപ്പെടുന്ന തരത്തിലാണ് ഞാൻ എന്റെ മക്കളെ വളർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിലാണ് എന്റെ മകൻക്കും അല്ലെങ്കിൽ മകൾക്കും ഞാൻ നിന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന തരത്തിൽ ആവാൻ കഴിയട്ടെ. ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. താങ്ക് യു ഫോർ ദിസ് പ്രോഗ്രാം. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് ദിസ് പ്രോഗ്രാം. എസ്പെഷ്യലി ഷാഫി സാറിനോട് ഇത്തരം ഒരു അവസരം ഒരുക്കി തന്നതിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു.